ഫോറൻസിക്കിൻ്റെ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സും കൂടി ഷെയർ ചെയ്യാം. സോ മൊഡ്യൂൾ 2 ഫസ്റ്റ് വരുന്നത് ഡിജിറ്റൽ ഡേറ്റ ആണ്. ഡിജിറ്റൽ ഡേറ്റ എന്ന് പറയുമ്പോൾ അത് നമുക്കിപ്പോൾ ഡേറ്റ ഡിഫറെൻറ്റ് ഫോംസിലാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ആവാം, ഇമേജ് ആവാം, ഓഡിയോ, വീഡിയോ, ഇങ്ങനെ ഡേറ്റാസ് ഡിഫറെൻറ്റ് ഫോമാറ്റ്സിലാണ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജ് സീറോസ് ഓർ വൺസിൽ റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് ഡിജിറ്റൽ ഡേറ്റ. ഇനി ഈ ഡേറ്റാനെ നമ്മൾ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ മീഡിയാസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളുടെ ഡേറ്റാസ് റെക്കോർഡാവും ആൻഡ് നമ്മളുടെ ഇൻഫർമേഷൻസ് പ്രിസർവ് ചെയ്ത് വെക്കാനും പറ്റും. ഇനി ഈ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യാൻ 2 വേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റാം സ്റ്റോറേജ്, പിന്നെ സെക്കൻഡ് വൺ ഡിവൈസസ് ലൈക്ക് ഹാർഡ് ഡ്രൈവ്, അതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ റാമിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ് എപ്പോഴും ടെമ്പററി ആയിരിക്കും ആൻഡ് കമ്പ്യൂട്ടറിന് അതിനെ വേഗം ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് പവർ ഓഫ് ആയാൽ നമ്മളുടെ ഡേറ്റാസ് എല്ലാം ഡിലീറ്റ് ആയി പോകും. ഇനി സെക്കൻഡ് ഉള്ളതാണ് ഹാർഡ് ഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അത് പെർമനൻറ്റ് സ്റ്റോറേജ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ ഡേറ്റ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനിയുള്ള ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ദി ബൂട്ട് സീക്വൻസ്. ബൂട്ട് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് ഓൺ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് വിൻഡോ അല്ലെങ്കിൽ മാക് OS അതിനെ ആയിരിക്കില്ല ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്യുമ്പോൾ അതിൽ റാമിലുള്ള ഒരു പ്രോഗ്രാമിനെ ആയിരിക്കും റൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ബൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് ഓരോ ഡിവൈസസിലും ചെക്ക് ചെയ്യും. ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ അത് PC ആയിരിക്കും യൂസ് ചെയ്യുന്നത്. വിൻഡോസ് PC എല്ലാം ബയോസ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് മാക് സിസ്റ്റംസ് എല്ലാം റോം ആണ് യൂസ് ചെയ്യുന്നത് ടു സ്റ്റാർട്ട് ദി ബൂട്ട് പ്രോസസ്സ്. അപ്പോൾ ബൂട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ആകുമ്പോൾ ഈ ബയോസ് ഓർ റാം നമ്മളുടെ ഇതിലുള്ള ഡിവൈസസിനെ ചെക്ക് ചെയ്യും ഫോർ സ്പെസിഫിക് ഓർഡർ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ അതിലൊരു ബൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് വരുന്നത്, അപ്പോൾ CPU നമ്മളുടെ OSനെ റാമിലോട്ട് ലോഡ് ചെയ്യും. അപ്പോൾ ഈ യൂസേഴ്സിന് ഈ ബൂട്ട് ഓർഡറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ബൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ബൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഈ റോം സെർച്ച് ചെയ്യും. എപ്പോഴാണ് ബൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത്, അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യും. ഇനി സീക്വൻസ് ഓഫ് ബൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൂട്ട് ചെയ്യുമ്പോൾ ബൂട്ടിംഗ് ഈസ് ദ സ്റ്റാർട്ടപ്പ് പ്രോസസ് ദറ്റ് ലോഡ്സ് ദ OS വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർഡ് ഓൺ. നമ്മൾ കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യുമ്പോൾ OSനെ ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ പേരാണ് ബൂട്ടിംഗ്. അപ്പോൾ ബൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടർ ഒരു സ്പെസിഫിക് ഓർഡറിനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ ഓർഡർ നമ്മൾ CMOS, BIOS അല്ലെങ്കിൽ EFI, UEFI അതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഓർഡറിനെ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. അതിലാണെങ്കിൽ കുറച്ച് ഡിവൈസസ് കാണും. ഫോർ എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡ്രൈവ്, USB ഓർ ഫ്ലാഷ് ഡ്രൈവ്, ഇങ്ങനെ കുറച്ച് ഓർഡർ കാണും. അപ്പോൾ ആ ഒരു ഓർഡറിലായിരിക്കും നമ്മളുടെ സിസ്റ്റം ഫൈൻഡ് ചെയ്യുന്നത് ഇതിൽ ബൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിൽ ഈ CMOSിലുള്ളത് ഹാർഡ്വെയർ സെറ്റിങ്സ് ആയിരിക്കും. CMOSിൽ സ്റ്റോർ ആവുന്നത് ഹാർഡ്വെയർ സെറ്റിങ്സും ടൈമും. ഇനി BIOS ആൻഡ് EFI ഇതിലൊക്കെ ആണെങ്കിൽ ലോ ലെവൽ പ്രോഗ്രാംസ് ആയിരിക്കും. നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോ ലെവൽ പ്രോഗ്രാംസ് ഒക്കെ ഈ BIOSും EFI അതിലൊക്കെ ആയിരിക്കും സ്റ്റോർ ആയിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരു ഫോറൻസിക് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിലെപ്പോഴും ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് നമ്മൾ ബൂട്ട് ചെയ്യാതെ നമ്മൾ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CD അല്ലെങ്കിൽ DVD, USB ഒക്കെ യൂസ് ചെയ്യണം. ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എവിഡൻസ് ഓൾട്ടർ ചെയ്യാതിരിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ എവിഡൻസ്, ആ ഒരു കമ്പ്യൂട്ടറിലുള്ള എവിഡൻസ് ഒക്കെ ഓൾട്ടർ ചെയ്യാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ നമ്മളെപ്പോഴും CD അല്ലെങ്കിൽ DVD ഓർ USB വെച്ചിട്ട് വേണം ഫോറൻസിക്കിന് വേണ്ടിയിട്ട് സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്യാൻ. ഇനി ഈ ബൂട്ട് സ്ട്രാപ്പ് പ്രോസസ്സ് നടക്കുമ്പോൾ റോമിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് റൺ ആവുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഡിലീറ്റ്, F10 ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കാണും. അപ്പോൾ അത് എൻ്റർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് CMOSിൻ്റെ സെറ്റപ്പ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതിൽ കയറിയിട്ട് ഇൻവെസ്റ്റിഗേറ്ററിന് ആ ബൂട്ട് ഓർഡറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനും പറ്റും. ഇതാണ് ബൂട്ട് ഓർഡർ. ഫസ്റ്റ് ബൂട്ട് ലോഡർ കാണും, പിന്നെ ബൂട്ട് ഡിവൈസ് കാണും, ദെൻ ബൂട്ട് സീക്വൻസ് കാണും. ബൂട്ട് ലോഡറിൽ നമുക്ക് റോം അല്ലെങ്കിൽ ബയോസിലുള്ള ഒരു സ്മോൾ പ്രോഗ്രാം ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ജോബ് എന്ന് പറയുന്നത് ബൂട്ട് പ്രോസസ്സിനെ ബിഗിൻ ചെയ്യാനും OSനെ ലൊക്കേറ്റ് ചെയ്യാനുമാണ് ഈ ബൂട്ട് ലോഡറിൻ്റെ ജോബ്. ഇനി സെക്കൻഡ് ഉള്ളതാണ് ബൂട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ അതിലായിരിക്കും OS അല്ലെങ്കിൽ ബൂട്ട് ഫയൽസ് ഒക്കെ സ്റ്റോർ ആയിരിക്കുന്നത്. ഇനി അത് OSനെ നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം തേർഡ് ഉള്ളതാണ് ബൂട്ട് സീക്വൻസ് എന്ന് പറയുമ്പോൾ BIOS ഓർ UEFI അതിലുള്ള ആ ഡിവൈസിൻ്റെ ഓർഡറാണ്. നമ്മൾ OSനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓർഡറിലാണോ OSനെ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ആ ഓർഡറൊക്കെ ഈ ബൂട്ട് സീക്വൻസിലായിരിക്കും സ്റ്റോർ ആയിരിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് ഡിസ്ക് ഡ്രൈവേഴ്സ്. ഈ ടോപ്പിക്സ് ഒക്കെ പ്രീവിയസ് ഇയർ പേപ്പറിലൊന്നുമില്ല. 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തു, ബട്ട് അതിലൊന്നും ഈ ടോപ്പിക്സ് ഇല്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ SSD, പിന്നെ
NTFS അതൊക്കെയാണ്. ഇത് ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഈ വീഡിയോ റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ വേറെ ടെക്സ്റ്റ് ബുക്സോ PDF റെഫർ ചെയ്യാം. സോ അണ്ടർസ്റ്റാൻഡിങ് ഡിസ്ക് ഡ്രൈവിൽ അതിൻ്റെ ജോമെട്രി ഉണ്ട്. ജോമെട്രി എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസ്കിൻ്റെ ലോജിക്കൽ സ്ട്രക്ചറാണ് പറയുന്നത്. ആൻഡ് ഇതിൽ പ്ലാറ്റേഴ്സ്, ട്രാക്സ്, സെക്ടേഴ്സ് ഒക്കെ കാണും. ഇനി ഹെഡ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അതിലാണ് റീഡ്, റൈറ്റ്, ഡേറ്റ അതൊക്കെ നമ്മൾ നടത്തുന്നത്. ആൻഡ് ഓരോ പ്ലാറ്ററിനും 2 ഹെഡായിരിക്കും. ഒരു ഹെഡ് ടോപ്പിലും ഒരു ഹെഡ് ബോട്ടത്തിലായിരിക്കും. ഇനി ട്രാക്സ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രിക് സർക്കിളാണ്. ഈ പ്ലാറ്ററിലുള്ള കോൺസെൻട്രിക് സർക്കിൾസ് ആണ് ട്രാക്സ്. അതിലായിരിക്കും നമ്മൾ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇനിയുള്ളത് സിലിണ്ടേഴ്സ് ആണ്. സിലിണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ട്രാക്സിൻ്റെ സെറ്റാണ് സിലിണ്ടേഴ്സ്. ആൻഡ് അത് വേർട്ടിക്കലി ആയിരിക്കും അലൈനായി നിൽക്കുന്നത്. ഇനി ഈ ഡിസ്ക് ഇപ്പോൾ ഒരു ഡിസ്കിൽ 80 ട്രാക്സ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ നമ്പർ എപ്പോഴും 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഫോർ എക്സാമ്പിൾ 80 ട്രാക്സ് ആണെങ്കിൽ 0 to 79 ആയിരിക്കും നമ്മൾ നമ്പറിങ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സ്മോളസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഒരു ട്രാക്കിൻ്റെ സ്മോളസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് ആണ് സെക്ടേഴ്സ്. ആൻഡ് സെക്ടേഴ്സിൻ്റെ സൈസ് യൂഷ്വലി 512 ബൈറ്റ്സ്. ഓരോ സെക്ടറിനും 512 ബൈറ്റ്സ് ആയിരിക്കും. ഇനിയുള്ളത് CHS കാൽക്കുലേഷൻ ആണ്. ഇത് നമ്മൾ ഒരു ഡിസ്കിൽ നമുക്ക് ടോട്ടൽ അഡ്രസ്സബിൾ സ്റ്റോറേജ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CHS കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. സിലിണ്ടേഴ്സ് ഇൻറ്റു ഹെഡ്സ് ഇൻറ്റു സെക്ടേഴ്സ് ഇൻറ്റു 512 ബൈറ്റ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസസ് അതിലോട്ട് പോവാം. ആൻഡ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് 3 മാർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഡിവൈസസ് ഇതെന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറി ഡിവൈസസ് ആണ്. ഇതിൽ USB ഡ്രൈവ്സ്, SSD, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ് ഇതൊക്കെ വരാം. ആൻഡ് ഇതിൽ നമ്മൾ ഡേറ്റാസിനെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നോർമലി ഉള്ള ഹാർഡ് ഡ്രൈവിൽ എങ്ങനെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതുപോലെയല്ല ഇതിൽ SSDയിൽ നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമലായിട്ട് ഒരു ഹാർഡ് ഡ്രൈവിന് നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു ഫയലിനെ ഡിലീറ്റ് ചെയ്യാമെന്ന് വെക്കുമ്പോൾ അതിലുള്ള റെഫറൻസ് മാത്രമായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വൽ ആയിട്ടുള്ള ഡേറ്റ അൺഅലോക്കേറ്റഡ് സ്പേസിൽ അവിടെ തന്നെ കാണും. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ നോർമൽ ഹാർഡ് ഡ്രൈവിൽ ഇതിലുള്ള ഡേറ്റാനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വയ്ക്കാം. ഇതിൻ്റെ റെഫറൻസ് മാത്രമായിരിക്കും ഡിലീറ്റായി പോകുന്നത്. ബട്ട് ഈ ഡേറ്റ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ കാണും അൺടിൽ ഇറ്റ് ഈസ് ഓവർ റിട്ടൺ. നമ്മൾ ഓവർ റിട്ടൺ ചെയ്യുന്നത് വരെ ഈ ഡേറ്റ ഇവിടെ തന്നെ കാണും. അതാണ് ഡിലീറ്റിംഗ് ഇൻ നോർമൽ ഹാർഡ് ഡ്രൈവ്. ഫ്ലാഷ് ഡ്രൈവിൻ്റെ കേസ് എടുക്കുമ്പോൾ അതിൽ ഡേറ്റാസ് എപ്പോഴും മൂവ് ആയിക്കൊണ്ടിരിക്കും. ബിറ്റ്വീൻ മെമ്മറി സെൽസ് എപ്പോഴും ഡേറ്റാസ് മൂവ് ആയിക്കൊണ്ടിരിക്കും. സോ ഇത് എന്തിനാണ് ഇങ്ങനെ മൂവ് ആവുന്നതെന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് വിയറിങ് ഔട്ട്. നമ്മളിപ്പോൾ ഇതിൽ മെമ്മറി സെൽസിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് റീഡ് റൈറ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ 10,000 to 1 lakh റീഡ് ഔട്ട് റൈറ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടു മെനി യൂസേഴ്സ് ആണെങ്കിൽ ആ ഒരു സെല്ലിന് ഇനിയും ഡേറ്റാനെ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാവും. അതാണ് വിയർ ഔട്ട്. അതിന് കുറേ യൂസേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആ സെല്ലിൽ നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സെല്ല് വിയർ ഔട്ട് ആയിപ്പോവും. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാസിനെ ഈവൻലി സ്പ്രെഡ് ചെയ്ത് വയ്ക്കും. സെൽസിൽ ഈവൻലി സ്പ്രെഡ് ചെയ്ത് വയ്ക്കും. അതാണ് വിയർ ലെവലിംഗ്. അപ്പോൾ ഇതിലെപ്പോഴും ഡേറ്റാസ് ഫ്ലാഷ് ഡിവൈസസിൽ എപ്പോഴും ഡേറ്റാസ് വിയർ ലെവലിംഗ് കാരണം ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഡേറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്താലും നോർമൽ ഹാർഡ് ഡ്രൈവിലാണെങ്കിൽ റെഫറൻസ് മാത്രമേ പോകത്തുള്ളൂ, ഡേറ്റ അവിടെ തന്നെ കാണും. ബട്ട് ഇതിലിങ്ങനെ ഡേറ്റ മൂവ് ആവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ ഡേറ്റ വന്ന് ഇതിനെ ഓവർ റൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ്. നമ്മുടെ ഫോറൻസിക്കിനും എസ് എസ് ഡി കാരണം ഫോറൻസിക്ക് എങ്ങനെയാണ് അഫക്റ്റ് ആവുന്നത്, അത് നമുക്ക് അതിൽ എന്തിനാണ് ഫോറൻസിക്ക് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ കോൺസിക്വൻസസ് ഓഫ് ഫോറൻസിക്സ്, നമ്മൾ ഡിലീറ്റഡ് ഡേറ്റ പെട്ടെന്ന് തന്നെ ഓവർ റൈറ്റ് ആവും ഡ്യൂ ടു വിയർ ലെവലിംഗ്. സോ നമ്മളൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ സ്പേസിൽ ആ ഡേറ്റ അങ്ങനെ തന്നെ കാണും. ബട്ട് മാർക്ക്ഡ് ആസ് ഫ്രീ എന്ന് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യത്തുള്ളൂ. ഒരു ഡേറ്റ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പേസിനെ നമ്മൾ മാർക്കസ് ഫ്രീ എന്ന് മാത്രമേ ആക്കത്തുള്ളൂ. ബട്ട് ആക്ച്വലി ഡേറ്റ അവിടെ തന്നെ കാണും. നമ്മൾ ഫ്രീ എന്ന് മാർക്ക് ചെയ്തത് കാരണം വേറെ ഡേറ്റ വന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവർ റൈറ്റ് ആവും. അപ്പോൾ ഇതിൽ ഫ്ലാഷ് ഡിവൈസസിൽ വേഗം തന്നെ ഡേറ്റാസ് ഓവർ റൈറ്റ് ആവും. വിയർ ലെവലിംഗ് മേ മൂവ് അതർ ഡേറ്റ ഇൻ ടു ദാറ്റ് ഫ്രീ സ്പേസ് ടു ബാലൻസ് സെൽ യൂസേജ്. അപ്പോൾ ഇത് കാരണം നമുക്ക് ഫോറൻസിക് ഒന്നും ചെയ്യാൻ
ചെയ്യാൻ പറ്റത്തില്ല. ഫോറൻസിക് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ്ലി കോപ്പി എടുക്കണം, അല്ലെങ്കിൽ ഡേറ്റ ഓവർ റൈറ്റ് ആയി പോകും. ഇപ്പോൾ സസ്പെക്ട്സിന് വേണമെങ്കിലും ഒരു ഡിവൈസ് സീസ് ചെയ്യുന്നതിന് മുന്നേ മെസ്സേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം, മെസ്സേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് വിടാം. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത ആ ഒരു ഇത് വീണ്ടും വേറെ ഡേറ്റ വെച്ചിട്ട് ഓവർ റൈറ്റ് ആവും. അപ്പോൾ ഓൺ ഫ്ലാഷ് സ്റ്റോറേജ് ദോസ് ഫയൽസ് മേ ബി ഇറേസ്ഡ് ഓട്ടോമാറ്റിക്കലി വിത്തിൻ അവേഴ്സ്. ഫോറൻസിക്സ് എക്സാമിനേഴ്സ് മസ്റ്റ് ആക്ട് ഫാസ്റ്റ് ടു പ്രിസർവ് എവിഡൻസ്. നമുക്ക് എവിഡൻസ് വേണമെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് അതിനെ കോപ്പി ചെയ്ത് എടുക്കണം. ദെൻ എക്സ്പ്ലോറിങ് മൈക്രോസോഫ്റ്റ് ഫയൽ സ്ട്രക്ചേഴ്സ് ആണ്. നമ്മളിപ്പോൾ വിൻഡോസ് അല്ലെങ്കിൽ DOS കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഫോറൻസിക് നടത്തണമെങ്കിൽ അതിൽ ഫയൽസൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, അത് ഫയൽസിലൊക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം ഇതിലുള്ള ടേംസ് നോക്കാം. ഫസ്റ്റ് ടേമാണ് ക്ലസ്റ്റർ. ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പേസ് ആണ് ക്ലസ്റ്റർ. ക്ലസ്റ്റേഴ്സ് വൺ ഓർ മോർ സെക്ടേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലസ്റ്റേഴ്സ് ആർ ദ കളക്ഷൻ ഓഫ് വൺ ഓർ മോർ സെക്ടേഴ്സ് ആൻഡ് ഇതിൻ്റെ സൈസ് വേരി ആവാം, സ്മോൾ ആവാം. സ്മോൾ ഡിസ്ക് ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. സ്മോൾ ഡിസ്ക് ആണെങ്കിൽ ഒരു ക്ലസ്റ്ററിൽ ഒരു സെക്ടറേ കാണത്തുള്ളൂ. ഹാർഡ് ഡിസ്ക് ഒക്കെ ആണെങ്കിൽ ഒരു ക്ലസ്റ്ററിൽ 4 or more സെക്ടേഴ്സ് കാണും. ഇനി നമ്മൾ സെക്ടേഴ്സിനെയാണ് കമ്പൈൻ ചെയ്തിട്ട് ക്ലസ്റ്റേഴ്സ് ആക്കുന്നത് ടു റെഡ്യൂസ് ഓവർ ഹെഡ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫയൽസ്. ഇനി ക്ലസ്റ്റർ നമ്പറിംഗ് ഉണ്ട്. ക്ലസ്റ്റർ നമ്പറിംഗ് നമ്മൾ സീക്വൻഷ്യലി ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ NTFS ആണെങ്കിൽ നമ്മൾ നമ്പറിംഗ് 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫാറ്റ് ആണെങ്കിൽ നമ്മൾ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 തൊട്ടായിരിക്കും. ആൻഡ് ഈ നമ്പറിങ്ങിൻ്റെ പേരാണ് ലോജിക്കൽ അഡ്രസ്. ഇനി സെക്ടർ നമ്പറിംഗ് ഉണ്ട്. ക്ലസ്റ്റർ നമ്പറിംഗ് ലോജിക്കൽ അഡ്രസ്സിംഗ് ആണ്. സെക്ടർ നമ്പറിംഗ് എന്ന് പറയുമ്പോൾ സെക്ടേഴ്സ് ആർ നമ്പേർഡ് അറ്റ് ദി ഹാർഡ്വെയർ ലെവൽ. ഹാർഡ്വെയർ ലെവലിലാണ് സെക്ടേഴ്സൊക്കെ നമ്മൾ നമ്പറിങ് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഫിസിക്കൽ അഡ്രസ്സ് ആണ്. ആൻഡ് ഫിസിക്കൽ അഡ്രസ്സ് എപ്പോഴും 0 തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇനി ഡിസ്ക് പാർട്ടീഷൻസ് ആണ്. ഡിസ്ക് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിനെ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. A partition is a section of a hard disk that the OS treats as a separate logical drive. Example, ഇപ്പോൾ 1 TB ഡിസ്ക് ആണെങ്കിൽ അതിന് നമുക്ക് C ഡ്രൈവ് ആൻഡ് D ഡ്രൈവ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. വിൻഡോസിൽ നമുക്ക് 3 പ്രൈമറി പാർട്ടീഷൻസും ഒരു എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻസും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിലെങ്ങനെയാണ് ഈ പാർട്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡേറ്റാസിനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ പാർട്ടീഷൻസ് വെച്ചിട്ട് സം പീപ്പിൾ ക്യാൻ ഹൈഡ് ഡേറ്റ. ഹിഡൻ പാർട്ടീഷൻസ് കാണും. പാർട്ടീഷൻസ് ഒക്കെ വിൻഡോസിൽ വിസിബിൾ അല്ലായിരിക്കും. അപ്പോൾ ഹിഡൻ പാർട്ടീഷൻസിൽ നമുക്ക് ടെക്സ്റ്റ്, ഇമേജസ് അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പാർട്ടീഷൻ ഗ്യാപ്സ് ഉണ്ട്. പാർട്ടീഷൻ ഗ്യാപ്സ് എന്ന് പറയുമ്പോൾ 2 പാർട്ടീഷന് നടുക്കുള്ള അൺയൂസ്ഡ് സ്പേസ് ആണ് പാർട്ടീഷൻ ഗ്യാപ്സ്. അപ്പോൾ പാർട്ടീഷൻ ഗ്യാപ്സിൽ നമുക്ക് ഡേറ്റാസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ എൻഡ് ഓഫ് ഡിസ്ക് ട്രിക്സ്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡിസ്കിൻ്റെ സൈസ് നമുക്ക് സ്മോളറായിട്ട് ഡിക്ലെയർ ചെയ്യാം. സൈസ് സ്മോളറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വൽ സൈസിൽ നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 512 ബൈറ്റ്സ് ആണെങ്കിൽ 400 അങ്ങനെ അതിൻ്റെ സൈസ് ലെസ്സറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വൽ സൈസിൽ നമുക്ക് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് എൻഡ് ഓഫ് ഡിസ്ക് ട്രിക്സ്. സോ ഈ ഏരിയാസിലൊക്കെയാണ് നമ്മൾ പാർട്ടീഷൻ യൂസ് ചെയ്തിട്ട് ഡേറ്റാസിനെ ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫോറൻസിക്കലി ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിൽ വിൻഹെക്സ് ഓർ ഹെക്സ് വർക്ക്ഷോപ്പ് ഇതൊക്കെ യൂസ് ചെയ്യണം. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹിഡൻ പാർട്ടീഷൻസിലുള്ള ഹിഡൻ ഡേറ്റാസിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിലുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്രൈവ് സ്ലാക്ക്, ഫയൽ സ്ലാക്ക് ആൻഡ് റാം സ്ലാക്ക്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഫയൽസിനെയും ക്ലസ്റ്റേഴ്സിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു ഫയലിന് അതിന് കിട്ടിയിട്ടുള്ള ആ ഒരു ക്ലസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിലുള്ള ആ ക്ലസ്റ്ററിലുള്ള റിമൈനിങ് സ്പേസിനെയാണ് നമ്മൾ ഡ്രൈവ് സ്ലാക്ക് എന്ന് പറയുന്നത്. വെൻ എ ഫയൽ ഡസൻറ്റ് കംപ്ലീറ്റ്ലി ഫിൽ ഇറ്റ്സ് അലോക്കേറ്റഡ് ക്ലസ്റ്റർ, അൺയൂസ്ഡ് സ്പേസ് റിമൈൻസ് കോൾഡ് ഡ്രൈവ് സ്ലാക്ക്. ഇനി ഈ ഡ്രൈവ് സ്ലാക്കിൽ നമുക്ക് ഫയൽ സ്ലാക്ക് ഉണ്ട്, റാം സ്ലാക്ക് ഉണ്ട്. ഫയൽ സ്ലാക്ക് എന്ന് പറയുമ്പോൾ സ്പേസ് ബിറ്റ്വീൻ നമ്മളുടെ ഫയലിൻ്റെ എൻഡില്ലേ അതിനും എൻഡ് ഓഫ് ദ ക്ലസ്റ്ററിനും ഉള്ള സ്പേസ് ആണ് ഫയൽ സ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി റാം സ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലസ്റ്റർ ഇസ് എ കളക്ഷൻ ഓഫ് സെക്ടേഴ്സ്. അപ്പോൾ റാം സ്ലാക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഓവർ സ്പേസ് ഇൻ ദ ലാസ്റ്റ് സെക്ടർ ഓഫ് എ ക്ലസ്റ്റർ ഫിൽഡ് വിത്ത് റാൻഡം ഡേറ്റ ഫ്രം റാം. നമ്മൾ ലാസ്റ്റ് സെക്ടറിൽ ആ ക്ലസ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ടറിലുള്ള റിമൈനിങ് സ്പേസിനെയാണ്
റാംസ്ലാക്ക് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ റാൻഡം ആയിട്ടുള്ള ഡേറ്റാസ്, റാമിലുള്ള റാൻഡം ഡേറ്റാസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഒരു ക്ലസ്റ്ററിൻ്റെ എക്സാമ്പിളാണ്. ഇതിൽ മൊത്തം 64 സെക്ടേഴ്സാണ് ഉള്ളത് ആൻഡ് 512 ബൈറ്റ്സ് ആണ് ഇൻറ്റു 512 ബൈറ്റ്സ്. അപ്പോൾ ഇതിൽ മൊത്തം 32,768 ബൈറ്റ്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ എടുക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഫുൾ ക്ലസ്റ്ററിലെ ആ ഫുൾ ക്ലസ്റ്ററിൽ ഈ ഒരു പാർട്ട് ഇതുവരെ മാത്രമാണ്, ഇത് തൊട്ട് ഇതുവരെ മാത്രമാണ് നമ്മളുടെ ഫയലുള്ളത്. അപ്പോൾ ഈ ഒരു ലൈനാണ് എൻഡ് ഓഫ് ലൈൻ. ഇത് എൻഡ് ഓഫ് ലൈൻ ആണ്. അപ്പോൾ ഈ എൻഡ് ഓഫ് ലൈൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇതാണ് റാംസ്ലാക്ക് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് സെക്ടറിൻ്റെ ബാലൻസ് റിമൈനിങ് പോർഷനാണ് റാംസ്ലാക്ക്. ആൻഡ് ഇതിലിപ്പോൾ റാംസ്ലാക്ക് 120 ബൈറ്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ റാംസ്ലാക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് റാംസ്ലാക്ക് ടു ബാക്കിയുള്ള എൻഡ് ഓഫ് ദ ക്ലസ്റ്റർ വരെയുള്ള സൈസാണ് ഫൈൽസ്ലാക്ക്. ഇത് 10th സെക്ടറാണ്. 10th സെക്ടറിൻ്റെ ബാലൻസ് പോർഷനാണ് റാംസ്ലാക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡ്രൈവ് സ്ലാക്ക്, ഫയൽ സ്ലാക്ക് ആൻഡ് റാംസ്ലാക്ക്. ഡ്രൈവ് സ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലസ്റ്ററിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല ഫയൽ വെച്ചിട്ട്. അപ്പോൾ അതിലുള്ള അൺയൂസ്ഡ് സ്പേസ് ആണ് നമ്മൾ ഡ്രൈവ് സ്ലാക്ക് എന്ന് പറയുന്നത്. ഫയൽ സ്ലാക്ക് എന്ന് പറയുമ്പോൾ സ്പേസ് ബിറ്റ്വീൻ എൻഡ് ഓഫ് ദ ഫയൽ ആൻഡ് എൻഡ് ഓഫ് ദ ക്ലസ്റ്റർ. ദെൻ റാം സ്ലാക്ക് ഇസ് ലെഫ്റ്റ് ഓവർ സ്പേസ് ഇൻ ദ ലാസ്റ്റ് സെക്ടർ ഓഫ് ദി ക്ലസ്റ്റർ ഫിൽഡ് വിത്ത് റാൻഡം ഡേറ്റ ഫ്രം റാം. ഇനിയുള്ളത് ഫയൽ അലോക്കേഷൻ ടേബിളാണ്. ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു ഓൾഡസ്റ്റ് ഫയൽ സിസ്റ്റമാണ്. ഇത് മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്, ഓൾഡസ്റ്റ് ഫയൽ സിസ്റ്റമാണ്. ആൻഡ് ഇത് നമ്മൾ MS-DOSും പിന്നെ ഏർലിയർ വിൻഡോസ് വേർഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് USB ഡ്രൈവ്സ്, മെമ്മറി കാർഡ്, പെൻ ഡ്രൈവ് ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫാറ്റ് എന്ന് പറയുന്നത്, ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് സിമ്പിളാണ് ആൻഡ് ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ഓൾമോസ്റ്റ് ഓൾ OS. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇതിൽ നമ്മൾ ഫയൽ അലോക്കേഷൻ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. ഫാറ്റിൽ നമ്മൾ ഒരു ടേബിൾ യൂസ് ചെയ്യും, അതിൻ്റെ നെയിം ഫയൽ അലോക്കേഷൻ ടേബിളാണ്. ടു കീപ് ട്രാക്ക് ഓഫ് നമ്മളുടെ ഓരോ ഫയലും ഡിസ്കിൽ എവിടെയാണ് സ്റ്റോർ ആയിട്ടുള്ളത്, പിന്നെ വിച്ച് ക്ലസ്റ്റർ, ഓരോ ഫയലും ഏത് ക്ലസ്റ്ററിലാണുള്ളത്, ദെൻ വിച്ച് ക്ലസ്റ്റർ ഇസ് ഫ്രീ, ഏതൊക്കെ ക്ലസ്റ്ററാണ് ഫ്രീ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് യൂസ്ഡ് ആയിട്ടുള്ളത്, ഇങ്ങനെ അതിൻ്റെ ഒരു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാറ്റ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫാറ്റ് ടേബിളിൽ, ഈ ടേബിൾ സ്റ്റോർഡ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ ഡിസ്ക്. ഈ ഫാറ്റ് ടേബിൾ എപ്പോഴും ഡിസ്കിൻ്റെ സ്റ്റാർട്ടിലായിരിക്കും സ്റ്റോറായി കിട്ടുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ നെക്സ്റ്റ് ക്ലസ്റ്റർ നമ്പർ സ്റ്റോർ ചെയ്യും, പിന്നെ എൻഡ് ഓഫ് ലൈന്, അല്ലെങ്കിൽ ഫ്രീ ആണോ, ഒരു ക്ലസ്റ്റർ ഫ്രീ ആണോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ ബാഡ് ആണോ, അങ്ങനെ ബാഡ് ക്ലസ്റ്റർ മീനിങ് ഒരു ഡാമേജ് ആയിട്ടുള്ള ക്ലസ്റ്റർ, അങ്ങനെ നമ്മൾ ക്ലസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഫാറ്റ് ടേബിളിൽ സ്റ്റോർ ചെയ്യും. ഇനി ഇതിൻ്റെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് ആണ്. സ്ട്രെങ്ത്സ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എല്ലാം സിമ്പിളാണ്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസും തന്നെ ഫാറ്റിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഇത് USB ഡ്രൈവ്സ്, മെമ്മറി കാർഡ്സ് ഇതിനൊക്കെ ഗുഡായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ഓവർ ഹെഡ് കുറവായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഇതിൽ സെക്യൂരിറ്റി പെർമിഷൻസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ജേർണലിംഗ് ഇല്ല. ജേർണലിംഗ് മീൻസ് ഒരു ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലോഗോ ഒന്നുമില്ല ഈ ഫാറ്റിൽ. ദെൻ ഫ്രജൈലായിരിക്കും. ക്ലസ്റ്റർ ചെയിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ക്ലസ്റ്റർ സൈസ് ലാർജ് ആയിരിക്കും. ലാർജ് ആണെങ്കിൽ നമുക്ക് വേസ്റ്റഡ് സ്പേസ് ആയിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. ഇനി ഒരു ഫയൽ നമ്മൾ ഫാറ്റിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ വിൻഡോസിലുള്ള ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് റിയലി അവിടെ നിന്ന് ഇറേസ് ആയി പോകത്തില്ല. അതിന് പകരം നമ്മൾ അതിനെ ഡിലീറ്റഡ് എന്ന് മാത്രം മാർക്ക് ചെയ്യത്തുള്ളൂ. അതിനെ നമ്മൾ ഫുള്ളി ഇറേസ് ചെയ്യത്തില്ല, ബട്ട് ഡിലീറ്റ് ആയി എന്ന ആ ഒരു ഫയലിനെ നമ്മൾ മാർക്ക് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസേർട്സ് HEXE5 ഇൻ ദ ഡയറക്ടറി എൻട്രി. ആ ഒരു ഫാറ്റ് ടേബിളിലുള്ള ആ എൻട്രിയിൽ നമ്മളുടെ ഫയലിൻ്റെ നെയിം മാത്രം മാറ്റും. എവറി ഫയൽ ഇൻ ഫാറ്റ് ആസ് എ ഡയറക്ടറി എൻട്രി വിത്ത് സ്റ്റോർസ്. ഓരോ ഫയൽസിനും ഡയറക്ടറി എൻട്രി കാണും. അതിൽ ഫയൽ നെയിം, ഫയൽ സൈസ്, ഡേറ്റ്, ടൈം, സ്റ്റാർട്ടിംഗ് ക്ലസ്റ്റർ, ആട്രിബ്യൂട്ട്സ് ഇതൊക്കെ കാണും. സോ നമ്മൾ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഫാറ്റ് ആക്ച്വലി റിമൂവ് ചെയ്യത്തില്ല, ഹോൾ എൻട്രി അവിടെ നിന്ന് റിമൂവ് ചെയ്യത്തില്ല. അത് ഫയൽ നെയിം വിത്ത് HEX ഒരു ഹെക്സാഡെസിമൽ നെയിം വെച്ചിട്ട് ഫയലിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം റീപ്ലേസ് ചെയ്യും. ആൻഡ് ഫാറ്റ് chain for the file is set to 0. Each file consists of a chain of clusters. So for example, ഇപ്പോൾ fat chain for the file is set to 0. Each file consists of a chain of clusters. ഓരോ ഫയലിനും കുറേ ക്ലസ്റ്റേഴ്സ് കാണും ആൻഡ് അതൊക്കെ ചെയിൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ചെയിൻ ഓഫ് ക്ലസ്റ്റേഴ്സ് അതിനെ നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്യും. 0 സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ അതിൻ്റെ ക്ലസ്റ്റർ എൻട്രീസിലെല്ലാം 0 കൊടുക്കും. 0 മീൻസ് അത് ഫ്രീ ആണ്.
ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി കണ്ടൻറ്റ് അതിൽ തന്നെ ആയിരിക്കും, ബട്ട് അതിൽ നമ്മൾ റീനെയിം മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ഓവർ റിട്ടേൺ ചെയ്യുന്നത് വരെ നമ്മളുടെ ഡേറ്റ ആ ഒരു സ്പേസിൽ തന്നെ കാണും. ഇതാണ് ഫാറ്റ്. ഇനിയുള്ളതാണ് NTFS, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. ആൻഡ് ഇത് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്ക് മീൻസ് പാർട്ട് ബിയിലാണ് എക്സ്പ്ലെയിൻ NTFS 4 മാർക്കിനും അടുത്ത സെക്കൻഡ് പാർട്ടിൽ വേറൊരു ക്വസ്റ്റനും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ NTFS എന്ന് പറയുമ്പോൾ ഇതൊരു ഫയൽ സിസ്റ്റമാണ്. ഇത് നമ്മൾ മോഡേൺ വിൻഡോസ് വേർഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസ് 11 ഇതിലൊക്കെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഈ NTFSൽ നമ്മൾ ലാർജ് ഫയൽസിനൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമ്മൾ ഡേറ്റാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും റിക്കവർ ഫ്രം എറേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇതിനൊക്കെയാണ് നമ്മൾ NTFS യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ മാസ്റ്റർ ഫയൽ ടേബിളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫാറ്റിൽ ഫയൽ അലോക്കേഷൻ ടേബിൾ യൂസ് ചെയ്തു, അതേപോലെ ഇതിൽ മാസ്റ്റർ ഫയൽ ടേബിളാണ് യൂസ് ചെയ്യുന്നത്, MFT. ഇതാണ് ഈ NTFSൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ എല്ലാ ഫയല് ഫോൾഡർ എല്ലാം തന്നെ ഒരു റെക്കോർഡായിട്ട് ഈ MFTയിൽ സ്റ്റോർ ചെയ്യും. ഈച്ച് റെക്കോർഡ് ഈസ് നോർമലി 1024 ബൈറ്റ്സ്. ഓരോ റെക്കോർഡും 1024 ബൈറ്റ്സ് ആയിരിക്കും. ഈവൻ മെറ്റാ ഡേറ്റ, നമ്മളുടെ ടൈം സ്റ്റാമ്പ്സ്, പെർമിഷൻസ് എല്ലാം തന്നെ ഈ MFTയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ഇതിൽ ഫോൾഡേഴ്സ്, സിസ്റ്റം ഫയൽസ് ആൻഡ് ഈവൻ MFT ഇറ്റ്സെൽഫ് എല്ലാത്തിനെയും നമ്മൾ ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എവറിത്തിങ് ഇസ് സ്റ്റോർഡ് ആസ് ആട്രിബ്യൂട്ട്സ്. ഈ NTFSൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഫയൽ ടേബിളായിട്ടാണ് നമ്മൾ മാസ്റ്റർ ഫയൽ ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട്സ് ഒക്കെ എവറിത്തിങ് എല്ലാത്തിനും നമ്മൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇൻ NTFS എ ഫയൽ ഇസ് നോട്ട് ജസ്റ്റ് ഡേറ്റ. ഫയൽ എന്ന് പറയുന്നത് ഡേറ്റ മാത്രമല്ല, അത് കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഫയൽ നെയിം, ഫയൽ സൈസ്, ടൈം സ്റ്റാമ്പ്സ്, സെക്യൂരിറ്റി പെർമിഷൻസ്, ഡേറ്റ കണ്ടൻറ്റ് ഇതെല്ലാം തന്നെ വരാം. നോർമലി ഫയൽ സൈസ് ലെസ് ദാൻ 700 ബൈറ്റ്സ് ആണെങ്കിൽ നമ്മളുടെ ഡേറ്റ MTFൻ്റെ ഇൻസൈഡ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് റെസിഡൻറ്റ് ഡേറ്റ. ഇനി ലാർജർ ഫയൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ MFTയുടെ ഔട്ട്സൈഡ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് നോൺ റെസിഡൻറ്റ് ഡേറ്റ. ആൻഡ് തേർഡ് ഫീച്ചർ, ഈ NTFSൻ്റെ തേർഡ് ഫീച്ചറാണ് ബെറ്റർ സെക്യൂരിറ്റി. ആക്സസ് കൺട്രോളൊക്കെ കാണും. NTFS സപ്പോർട്ട്സ് ഫയൽ ലെവൽ സെക്യൂരിറ്റി. ആർക്കൊക്കെയാണ് ഇതിനെ റീഡ് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ് പെർമിഷൻ, ഡിലീറ്റ്, മോഡിഫിക്കേഷൻ, ഇതിൻ്റെയൊക്കെ പെർമിഷൻസ് കാണും. പിന്നെ സെക്യൂരിറ്റി ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ സെക്യൂരിറ്റി ഡിസ്ക്രിപ്റ്റർ ആട്രിബ്യൂട്ടിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ബെറ്റർ സെക്യൂരിറ്റി ഉണ്ട്. അതാണ് തേർഡ് ഫീച്ചർ. ഇനിയുള്ളത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ സെൽഫ് റിപ്പയർ ആണ് യൂസിങ് ലോഗ് ഫയൽസ്. NTFS എല്ലാ ഫയൽ ചേഞ്ചസിനെയും സിസ്റ്റത്തിൻ്റെ ഫയൽ സിസ്റ്റം ചേഞ്ചസ്, പിന്നെ സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ ചേഞ്ചസിനെയും തന്നെ ലോഗ് ഫയലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സോ സിസ്റ്റത്തിൽ എന്തെങ്കിലും ക്രാഷസ് ഉണ്ടെങ്കിലും ഈ ലോഗ് ഫയലിൽ നിന്ന് അത് സ്വന്തമായിട്ട് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. ബട്ട് ഫാറ്റിൽ ഈ ഒരു ഫീച്ചർ ഇല്ല. ഇനി ഇതിൽ നമുക്ക് ലാർജ് ഫയൽസ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഡിസ്ക്, ഇതിൽ ഫയൽ സൈസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 16 TB ആണ്. 16 TB ടു 256 TB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് ഡിപ്പെൻഡിങ് ഓൺ വേർഷൻ. ആൻഡ് ഇതിൽ പാർട്ടീഷൻസ് ഒക്കെ ലാർജർ ആയിരിക്കും. ദെൻ ഇതിൽ നമ്മൾ അടുത്ത ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്രഷൻ, എൻക്രിപ്ഷൻ, പിന്നെ കോട്ടാസ് ഇതൊക്കെ യൂസ് ചെയ്യും. കംപ്രഷൻ മീനിങ് നമ്മൾ ഡേറ്റാസിനൊക്കെ കംപ്രസ് ചെയ്യും, അപ്പോൾ നമുക്ക് ഡിസ്ക് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേറ്റാസൊക്കെ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റിംഗ് ഫയൽ സിസ്റ്റം EFS യൂസ് ചെയ്ത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. ദെൻ ഡിസ്ക് കോട്ട എന്ന് പറയുമ്പോൾ ഒരു യൂസറിന് എത്ര ഇത് യൂസ് ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ കോട്ടാസ് എന്ന് പറയുന്നത്.